സിനിമയുടെ തുടക്കത്തിൽ ഒരു കാടിന് നടുവിലുള്ള ഒരു വീട്ടിലേക്ക് കത്തുമായി വരുന്ന പോസ്റ്റ്മാനെ കാണുന്നു. പിന്നീട് അവർ അവിടെ എത്തി അവിടെയുള്ളവരെ വിളിച്ചെങ്കിലും ആരും തന്നെ പുറത്തു വരുന്നില്ല. ഈ സമയം ആ വീട്ടിലുള്ള ഒരു സ്ത്രീ അവരുടെ രക്തക്കറയുള്ള വസ്ത്രങ്ങൾ കഴുകുകയാണ്. പിന്നീട് അവരുടെ 2 മക്കളുടെ ഫോട്ടോയും കാണുന്നു. അങ്ങനെയിരിക്കെ പോസ്റ്റ്മാൻ പുറകുവശത്തു നിന്നും ഒരു സൗണ്ട് കേൾക്കും. അപ്പോൾ അങ്ങോട്ട് പോകും. അത് ബേസ്മെൻറ്റിൻ്റെ അകത്തുനിന്നാണ് വരുന്നതെന്ന് മനസ്സിലാക്കിയ പോസ്റ്റ്മാൻ അതിൻ്റെ വാതിൽ തുറന്നപ്പോൾ ആരോ അയാളെ പെട്ടെന്ന് വലിച്ചു കൊണ്ടുപോവുകയാണ്. പിന്നീട് ആ സീൻ കട്ടായി 30 വർഷങ്ങൾക്ക് ശേഷം കുറച്ച് വിദ്യാർത്ഥികൾ അങ്ങോട്ട് ട്രക്കിങ്ങിന് വരുന്ന സീനാണ് കാണുന്നത്. അങ്ങനെ അവർ അവിടെ എത്തി ക്യാമ്പിലുള്ള വിദ്യാർത്ഥികളുടെ ഫോണ് ലീഡേഴ്സ് വാങ്ങി വെക്കുകയാണ്. കാരണം ഫോണുണ്ടെങ്കിൽ എല്ലാവരും ഫോണിലാണ് ശ്രദ്ധിക്കുക, ക്യാമ്പിൽ ആരും ശ്രദ്ധിക്കില്ല എന്ന് വെച്ചാണ്. ഇപ്പോൾ കാണുന്നത് ആ കാടിന് നടുവിലുള്ള വീടാണ്. കുറേ വർഷങ്ങൾ കഴിഞ്ഞതുകൊണ്ട് തന്നെ ആ സ്ത്രീ ഒരു വൃദ്ധയായിരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ അവർ എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ മൃഗങ്ങളെയൊക്കെ വേട്ടയാടുന്നു. അങ്ങനെ ആ ബേസ്മെൻറ്റിൽ ഒരു മൃഗത്തെ വേട്ടയാടി കൊണ്ടുവന്ന് ഇടുമ്പോൾ അറിയാതെ അവരും വീണു പോകുന്നു. ഇപ്പോൾ ആ നരഭോജി അവരെയും തിന്നുകയാണ്. അങ്ങനെ അവൻ കയറി വരുന്നു. ഇപ്പോൾ ആ സീൻ കട്ടായിട്ട് ആ ക്യാമ്പിലേക്ക് വരുന്ന ആ പള്ളിയിലെ പുരോഹിതനെ കാണാം. അങ്ങനെ അവർ കുട്ടികളുടെ മൊബൈൽ ഫോണൊക്കെ വെഞ്ചരിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പിന്നീട് കാണുന്നത് ട്രക്കിങ്ങിന് പോകുന്ന ലീഡറെയാണ്. ഇവരാണ് നമ്മുടെ ലീഡർ. പിന്നെ അവരോടൊപ്പം 5 കുട്ടികളുമുണ്ട്. അങ്ങനെ ഇപ്പോൾ അവർ 2 ദിവസത്തെ നടത്തത്തിന് ശേഷം കാട്ടിന് നടുവിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ആ കൂട്ടത്തിലുള്ള ഒരുത്തൻ ഒരു മൃഗീയമായി കൊല്ലപ്പെട്ട ഒരു മാനിനെ കാണും. അപ്പോൾ ക്യാമ്പിൻ്റെ ലീഡർ പറയുന്നു, ഇത് മൃഗങ്ങളാൽ കൊല്ലപ്പെട്ടതല്ല, മറ്റെന്തോ ആണെന്ന് പറയുന്നു. അങ്ങനെ അതിനുശേഷം അവർ അവരുടെ യാത്ര തുടരുകയാണ്. അങ്ങനെ വൈകുന്നേരമായപ്പോൾ എല്ലാവരും ടെൻ്റൊക്കെ സെറ്റ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ രാത്രിയായിരിക്കുകയാണ്. അങ്ങനെ ഒരു ക്യാമ്പ് ഫയറൊക്കെ ഇട്ട് അവരവിടെ ഇരുന്ന് സംസാരിക്കുന്നതിനിടയിൽ അവരുടെ മുമ്പിൽ കൂടി ഒരു മൃഗം കടന്നു പോകുന്നു. അപ്പോൾ അത് കണ്ട് അവർ ഒന്ന് പേടിക്കുകയാണ്. അങ്ങനെ ക്യാമ്പിലെ ലീഡർ അങ്ങോട്ട് പോകുന്നു. എന്നിട്ട് അത് എന്ത് മൃഗമാണെന്ന് നോക്കുന്നു. അങ്ങനെ അതിനെ കണ്ട ഉടനെ അവർക്ക് ആശ്വാസമായി. കാരണം അതൊരു കുറുക്കനായിരുന്നു. അതിനുശേഷം അവരെല്ലാവരും അവരുടേതായ ടെൻറ്റിലേക്ക് പോകുന്നു. എന്നിട്ടിപ്പോൾ ഉറങ്ങുകയാണ്. അതിനിടയിൽ ആ കൂട്ടത്തിലെ ഒരുത്തൻ ഒരു പുഴക്കരയുടെ അടുത്ത് വന്നിട്ട് അവിടുന്ന് സിഗരറ്റ് വലിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഒരു പെൺകുട്ടിയും വരുന്നു. എന്നിട്ട് അവർ 2 പേരും ഇപ്പോൾ സംസാരിച്ചൊക്കെ ഇരിക്കുന്നു. അങ്ങനെ കുറേ സമയമായതും അവൾ അവിടെ നിന്നും പോവുകയാണ്. എന്നാൽ അവൻ ഒരു സ്ഥലത്ത് കിടന്ന് അവൻ ആരും അറിയാതെ കൊണ്ടുവന്ന മൊബൈൽ ഫോൺ എടുക്കുകയാണ്. എന്നിട്ട് അതിൽ നിന്ന് കുറേ ഫോട്ടോസൊക്കെ നോക്കുന്നു. അപ്പോൾ പെട്ടെന്നൊരു ഭീകര രൂപം വരുന്നു. അതാ നരഭോജിയാണ്. അങ്ങനെ ആ നരഭോജി വന്നതും അവനെ പിടിച്ചു കൊണ്ടുപോവുകയാണ്. അതിനുശേഷം അവനെ ഒരു മരത്തിലടിച്ച് കൊല്ലുകയാണ്. ഇപ്പോൾ സമയം രാവിലെ ആവാറായി. അങ്ങനെ ആ കൂട്ടത്തിലൊരു പെൺകുട്ടി ഉറക്കത്തിൽ നിന്നും എഴുന്നേൽക്കുന്നു. എന്നിട്ട് അവളുടെ കുടുംബത്തിനും അവൾക്കും പറ്റിയ അപകടം ഓർക്കുകയാണ്. അവളും അവളുടെ സഹോദരിയും അവളുടെ അച്ഛനും അമ്മയും ഒരു കാറിൽ പോകുന്നു. അതിനിടയിൽ അവളുടെ അമ്മ ഒരു സെൽഫി എടുത്തതും അച്ഛൻ്റെ കൺട്രോൾ തെറ്റി കാർ ഒരു ലോറിക്കിടിക്കുകയാണ്. അങ്ങനെ ആ കൂട്ടത്തിൽ നിന്നും അവളൊഴികെ ബാക്കി എല്ലാവരും മരണപ്പെട്ടിരുന്നു. അതിൻ്റെ മെൻ്റൽ ഷോക്കിൽ നിന്നും മാറാൻ വേണ്ടിയാണ് അവൾ ഈ ക്യാമ്പിന് വന്നിരിക്കുന്നത്. അങ്ങനെ എല്ലാവരും എഴുന്നേറ്റ് പുറത്തു വന്നപ്പോൾ ആ പയ്യനൊഴികെ ബാക്കി എല്ലാവരും ഉണ്ട്. എന്നാൽ ആ പയ്യനെ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ലീഡർക്ക് പേടിയാവുകയാണ്. അങ്ങനെ ആ കൂട്ടത്തിലുള്ള ഒരുത്തി ഒരു മരത്തിൻ്റെ സൈഡിൽ നിന്നും രക്തം കാണുന്നു. അങ്ങനെ അവർക്ക് മനസ്സിലാവുകയാണ് അവിടെ എന്തോ അപകടം സംഭവിച്ചിട്ടുണ്ടെന്ന്. ഇപ്പോൾ ലീഡർ പറയുന്നു, നമ്മൾക്ക് എല്ലാവർക്കും അവനെ തിരയാൻ പോകണം. 2 പേര് മാത്രം ഇവിടെ ഇരിക്കുക, ഞങ്ങൾ 3 പേരും പോയി അവനെ തിരയാമെന്നും പറഞ്ഞ് ലീഡറും കൂട്ടരും അവനെ തിരയാൻ പോവുകയാണ്. ബാക്കിയുള്ള 2 പേര് മാത്രം അവിടെ ഇരിക്കുന്നു. അങ്ങനെ അവനെ അന്വേഷിച്ചു പോകുന്നതിനിടയിൽ ആ കാടിന് നടുവിലുള്ള വീട് അവർ കാണുകയാണ്. എന്നിട്ട് അവർ ആ വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ അവിടെ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ അവർ നോക്കുന്നുണ്ട്. അങ്ങനെ ആരുമില്ല എന്ന് മനസ്സിലായി അവർ അതിൻ്റെ വാതിലും തുറന്ന് അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നു. ഒരു പേടിപ്പെടുത്തുന്ന വീട് പോലെയാണ്. അങ്ങനെ അവർ അതിൻ്റെ അകത്ത് ചെന്ന് ആ ബേസ്മെൻറ്റിൻ്റെ ഡോറ് തുറന്ന് നോക്കുന്നു. എന്നിട്ടിപ്പോൾ ലീഡറും പിന്നെ അവളുടെ കൂടെ ഉണ്ടായിരുന്നൊരു മറ്റൊരു പെൺകുട്ടിയും അതിൻ്റെ അകത്ത് കീയുന്നു. ഒരു പയ്യൻ മാത്രം പുറത്ത് നിൽക്കുകയാണ്. അങ്ങനെ ആ ലീഡറും പെൺകുട്ടിയും ആ പയ്യൻ്റെ മൃതദേഹം ആ ബേസ്മെൻറ്റിൽ കാണുകയാണ്. അങ്ങനെ കുറച്ചു സമയത്തിന് ശേഷം ആ നരഭോജി അങ്ങോട്ടേക്ക് തിരിച്ചെത്തുന്നു. ആ രൂപം കണ്ട് പേടിച്ച് ആ പയ്യൻ ആ ബേസ്മെൻറ്റിലേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ ബേസ്മെൻറ്റിൽ ഇറങ്ങി അവർ ആ പുറത്തേക്കുള്ള വഴി കാണുന്നു. അങ്ങനെ അതിൽ കൂടി അവർ രക്ഷപ്പെടാൻ തീരുമാനിക്കുന്നു.
ഇപ്പോൾ ആ പയ്യനും മറ്റേ പെൺകുട്ടിയും അത് കാരി രക്ഷപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ലീഡർ ഇപ്പോൾ ബേസ്മെൻറ്റിൽ അകത്താണ്. അപ്പോഴേക്കും ആ നരഭോജി ആ ബേസ്മെൻറ്റിൽ കീഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലീഡർ ആ ബേസ്മെൻറ്റിൽ നിന്നും രക്ഷപ്പെടുന്നതിനിടയിൽ ആ പയ്യൻ്റെ മൊബൈൽ ഫോൺ അടിയുന്നത് കേൾക്കും 3 പേരും. അങ്ങനെ ലീഡർ കരുതും ആ മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ ഇവയിൽ നിന്നും രക്ഷപ്പെടാമെന്ന്. എന്നിട്ട് ആ മൊബൈൽ ഫോൺ എടുക്കാൻ ശ്രമിക്കും. പക്ഷെങ്കിൽ അവർ 2 പേരും കാണുന്നത് ലീഡറുടെ മരണമാണ്. അങ്ങനെ അത് കണ്ടതും അവർ ഓടി ക്യാമ്പിലേക്ക് പോകാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ഈ കാര്യമൊന്നും അറിയാതെ അവർ സംസാരിച്ചിരിക്കുന്നു. അവൻ ആ പെൺകുട്ടിയുടെ മുഖത്ത് നോക്കുമ്പോഴാണ് അവൻ ആ ഭീകര ദൃശ്യം കാണുന്നത്. ആ നരഭോജിയെ അവൻ അവളെ കൊന്നിട്ടുണ്ട്. അത് കണ്ടതും പേടിച്ച് അവൻ ഓടിപ്പോവുകയാണ്. എന്നാൽ അപ്പോഴേക്കും അവളെ ആ നരഭോജി കൊന്നിട്ടുണ്ട്. ഇപ്പോൾ അവനൊരു പള്ളിയിലെത്തിയിരിക്കുകയാണ്. ആ പള്ളിയിലെ വികാരി ആദ്യം ആ ക്യാമ്പിൽ വന്ന ആളാണ്. അങ്ങനെ അവൻ അവരോട് കാര്യങ്ങളൊക്കെ പറയുന്നു. എന്നാൽ അവരതൊന്നും വിശ്വസിക്കാതെ അവനെ ഒരു കസേരയിൽ കെട്ടിവെക്കുന്നു. അപ്പോൾ പുറത്തു നിന്നും ഒരു സൗണ്ട് കേട്ട് ആ വികാരി പുറത്തു പോയി നോക്കുമ്പോൾ പെട്ടെന്ന് ആ നരഭോജി അവരുടെ മുമ്പിൽ വരികയാണ്. എന്നിട്ട് അവരെ മൃഗീയമായി കൊലപ്പെടുത്തുന്നു. അങ്ങനെ അവൻ പുറത്ത് നരഭോജിയുണ്ടെന്ന് മനസ്സിലാക്കി ആ കസേരയിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. ഒടുവിൽ അവൻ രക്ഷപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ അവൻ രക്ഷപ്പെട്ട് ആ നരഭോജിയുണ്ടോ എന്ന് ജനലിൽ കൂടി നോക്കുന്നു. അപ്പോൾ അവൻ ഉണ്ടെന്ന് മനസ്സിലാക്കി കുമ്പസാരക്കൂട്ടിൽ ഒളിച്ചിരിക്കുകയാണ്. അങ്ങനെ അല്പസമയത്തിന് ശേഷം ആ നരഭോജി ആ പള്ളിയിലേക്ക് പ്രവേശിക്കുന്നു. എന്നാൽ അവനെ കണ്ടുപിടിക്കുന്നുമുണ്ട്. എന്നാൽ ഭാഗ്യം കൊണ്ട് അവൻ അവിടെ നിന്നും രക്ഷപ്പെടുകയാണ്. ഇപ്പോൾ കാണുന്നത് മുംബൈയുള്ള 2 പേരെയാണ്. അങ്ങനെ ഒടുവിൽ അവർ ഒരു വീട് കണ്ടുപിടിക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് പോകുന്നു. ആ വീടിൻ്റെ ഓണർ ഒരു വൃദ്ധനാണ്. അത് സിനിമയുടെ തുടക്കത്തിൽ കണ്ട ആ പോസ്റ്റ്മാനാണ്. അങ്ങനെ 2 പേരും അവർക്ക് സംഭവിച്ച കാര്യങ്ങൾ വൃദ്ധനോട് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ വൃദ്ധൻ 30 വർഷങ്ങൾക്ക് മുമ്പേ നടന്ന കാര്യങ്ങളും അവരോട് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നു എൻ്റെ 2 കാലും നഷ്ടപ്പെട്ടത് ആ നരഭോജി കാരണമാണെന്ന്. അതിനുശേഷം വൃദ്ധൻ ആ നരഭോജി എങ്ങനെയാണ് ഉണ്ടായതെന്ന് പറഞ്ഞു കൊടുക്കുന്നു. 30 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു സ്ത്രീയും അവരുടെ 2 ഇരട്ട കുട്ടികളും ഇവിടെ ജീവിച്ചിരുന്നു. അങ്ങനെ ആ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ ആകാശത്തിൽ നിന്നും ഉൽക്ക താഴേക്ക് വീഴുന്നത് കാണുന്നു. എന്നിട്ട് അവർ 2 പേരും ആ ഉൽക്കയുടെ അടുത്ത് പോകുന്നു. അപ്പോഴാണ് അവിടെ വീണ് കിടന്ന ഉൽക്കാശീല അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അങ്ങനെ അവർ കുറച്ചു സമയം അവിടെ ചെലവഴിച്ചു. പിന്നീട് ആ കുട്ടികൾ കഥയൊക്കെ കേട്ട് അവിടെ ഉറങ്ങുകയാണ്. അങ്ങനെ ആ സ്ത്രീ അവർ ഉറങ്ങിയതിനു ശേഷം അവിടെ നിന്നും പോകുന്നു. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അവർ ആ ഉൽക്ക കട്ടിലിനടിയിൽ വെച്ചിട്ടുണ്ടെന്ന്. പെട്ടെന്ന് ഉൽക്കയിൽ നിന്നും ഒരു പ്രത്യേക ദ്രാവകം വന്നിട്ട് ആ കുട്ടികളുടെ ശരീരത്തിലാകുന്നു. അത് ശരീരത്തിലായതും കുട്ടികൾ നരഭോജിയായി മാറുകയാണ്. എന്നാൽ ഇതൊന്നും അറിയാതെ ആ സ്ത്രീ ഉറങ്ങുന്നു. അങ്ങനെ അടുത്ത ദിവസമായപ്പോൾ ആ സ്ത്രീ എഴുന്നേറ്റ് നോക്കുമ്പോൾ ബേസ്മെൻറ്റിൻ്റെ അടിയിൽ നിന്നും ഒരു സൗണ്ട് കേൾക്കും. എന്നിട്ട് ആ ബേസ്മെൻറ്റിൻ്റെ അടുത്ത് പോയി നോക്കുമ്പോൾ 2 നരഭോജികളെയാണ് കാണുന്നത്. അത് 2ഉം അവരുടെ കുട്ടികളാണ്. അങ്ങനെ അവർ ആ സ്ത്രീയുടെ നേരെ വരുമ്പോൾ അവർ വാതിലിന് മുകളിൽ കയറിയിരിക്കുന്നു. പിന്നീട് അവരായിരുന്നു നരഭോജികൾക്ക് ഭക്ഷണങ്ങളൊക്കെ കൊടുക്കാറ്. ഇപ്പോൾ അവരെ പറ്റി ഒരു വിവരവുമില്ല. മിക്കവാറും ആ നരഭോജികൾ അവരെ കൊന്നു കാണും. അങ്ങനെ ഈ കഥ കേട്ടപ്പോഴാണ് വിദ്യാർത്ഥികൾക്ക് മനസ്സിലായത് ഒരു നരഭോജിയല്ല 2 നരഭോജി ഉണ്ടെന്ന്. അങ്ങനെ അവർ അവിടെ നിന്നും പുറത്തു പോകുന്നു. എന്നിട്ട് അവർ ഇപ്പോൾ തീരുമാനിക്കുകയാണ് എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടണം. അതിന് രക്ഷപ്പെടാൻ വേണ്ടി നമുക്ക് ആ മൊബൈൽ ഫോൺ എടുക്കണമെന്നും പറഞ്ഞ് ആ കാടിന് നടുവിലുള്ള വീട്ടിലേക്ക് അവർ 2 പേരും പോകുകയാണ്. അങ്ങനെ അവർ അവിടെ എത്തി. അവർ കണ്ടത് ആ പയ്യൻ്റെ ദേഹം ആ നരഭോജി ഭക്ഷിക്കുന്നതാണ്. അപ്പോൾ ആ പെൺകുട്ടി പറയും നീ വേഗം വാതിൽ മുട്ടണം, ഞാനപ്പോൾ ബേസ്മെൻറ്റിൻ്റെ അകത്ത് കയറാം. എന്നിട്ട് അവന് സ്വയം രക്ഷയ്ക്കായി ഒരു കത്തിയും കൊടുക്കുന്നു. അങ്ങനെ അവൻ വാതിൽ മുട്ടിയപ്പോൾ നരഭോജി അതിൽ നിന്നും കയറുകയാണ്. അപ്പോൾ അവൾ ബേസ്മെൻറ്റിൽ ഇറങ്ങി അവൻ്റെ ദേഹത്തു നിന്നും ഫോൺ എടുക്കുന്നു. അങ്ങനെ അവൻ ഫോൺ എടുത്തതും പെട്ടെന്ന് ആ നരഭോജി വരികയാണ്. അങ്ങനെ അവൾ ബേസ്മെൻറ്റിൽ നിന്നും പുറത്ത് കടക്കാൻ ശ്രമിച്ചെങ്കിലും അവളെ ആ നരഭോജി പിടികൂടുന്നു. അപ്പോൾ അവളെ ആ നരഭോജി കൊല്ലാൻ ശ്രമിക്കുന്നതിനിടയിൽ ആ പയ്യൻ ആ നരഭോജിയെ പുറകിൽ നിന്നും കുത്തുകയാണ്. അങ്ങനെ ആ കുത്തേറ്റ് നരഭോജി അവളെ വിടുന്നു. എന്നാൽ ആ ദേഷ്യത്തിൽ ആ നരഭോജി അവനെ പിടിച്ച് അവനെ മൃഗീയമായി കൊല്ലാൻ ശ്രമിക്കുന്നു. അവൻ്റെ നാക്കൊക്കെ പിടിച്ച് വലിച്ചെടുക്കുന്നു. ഇപ്പോൾ അവളുടെ അപകടം സ്വപ്നം കണ്ട് അവൾ എഴുന്നേറ്റിരിക്കുകയാണ്. അങ്ങനെ അവൾ എഴുന്നേറ്റ് നോക്കുമ്പോൾ അവൻ മരിച്ച നിലയിലാണ് അവൾ കണ്ടത്. അങ്ങനെ ഇപ്പോൾ അവൾ ആ ഫോണെടുത്ത് നോക്കുമ്പോൾ അതിൽ ലോക്കുണ്ടായിരുന്നു. പിന്നീട് ആ 2 നരഭോജികളെ കാണുന്നു. അതിലൊരു നരഭോജി കോടാലിയും എടുത്ത് വേട്ടയ്ക്കായി പുറത്തു പോവുകയാണ്. മറ്റൊരു നരഭോജി ഉറങ്ങുകയാണ്. അപ്പോൾ അവൾ പറയുകയാണ് എന്തായാലും ഇവിടുന്ന് രക്ഷപ്പെടണം, അതിന് ആ നരഭോജിയെ കൊല്ലണം. തൻ്റെ സുഹൃത്തിനെയൊക്കെ കൊന്ന നരഭോജിയെ എന്തായാലും കൊല്ലണമെന്ന് അവൾ തീരുമാനിക്കുന്നു. എന്നിട്ട് അവൾ ബേസ്മെൻറ്റിൽ നിന്നും മുകളിലേക്ക് കയറുന്നു. അതിനുശേഷം അവൾ അവിടെ ഉണ്ടായിരുന്ന ഒരു കത്തിയും എടുത്ത് ആ ഉറങ്ങിക്കിടക്കുന്ന നരഭോജിയുടെ അടുത്തേക്ക് പോകുന്നു.
അതിനുശേഷം ആ നരഭോജിയെ അവൾ ആ കത്തി വെച്ച് കൊല്ലുന്നു. പിന്നീട് അവൾ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയാണ്. ഈ സമയത്താണ് ആ പോസ്റ്റ്മാൻ്റെ വീടിൻ്റെ കതകിൽ ആരോ വന്ന് മുട്ടുന്നത്. അപ്പോൾ നരഭോജിയാണെന്ന് കരുതി ആ പോസ്റ്റ്മാൻ ഷൂട്ട് ചെയ്യുകയാണ് ആ വാതിലിന് നേരെ. അങ്ങനെ പുറത്തു വന്ന് നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് അത് ആ ക്യാമ്പിലുണ്ടായിരുന്ന ഒരു വിദ്യാർത്ഥിയാണെന്ന്. അങ്ങനെ ആ പോസ്റ്റ്മാൻ്റെ വെടിയേറ്റ് അവനും മരിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ ആ പെൺകുട്ടി ഓടി രക്ഷപ്പെട്ടിപ്പോൾ ഒരു പോലീസ് കാറ് കണ്ടിരിക്കുകയാണ്. അങ്ങനെ അവരോട് കാര്യങ്ങളൊക്കെ പറയുന്നു. അവരാ പെൺകുട്ടിയെ ആശ്വസിപ്പിച്ചതിന് ശേഷം അവർ വേഗത്തിൽ തന്നെ ആ കാറും എടുത്ത് പോവുകയാണ്. എന്നാൽ വഴിക്ക് വെച്ച് അവരുടെ കാറിന് എന്തോ തടയുന്നു. അപ്പോൾ ആ പോലീസുകാരൻ ഇറങ്ങി പുറത്തേക്ക് പോകുന്നു. അപ്പോൾ നമ്മുടെ ആ പെൺകുട്ടി അങ്ങോട്ട് പോകരുത് എന്ന് പറയുന്നു. അങ്ങനെ അവളെ നോക്കിയതും പെട്ടെന്ന് ആ നരഭോജി വന്ന് ആ പോലീസുകാരനെ രണ്ടായി വെട്ടി അരിയുകയാണ്. അതിനുശേഷം അവളുടെ നേരെ വരുന്നു. അപ്പോൾ അവൾ വേഗം തന്നെ പുറത്തു വന്നിട്ട് ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നിട്ട് ആ കാറ് ഓടിക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ആ നരഭോജി അപ്പോഴേക്കും ആ കാറിൻ്റെ മുകളിൽ കയറുന്നു. അപ്പോൾ അവൾ കാറൊന്ന് മുമ്പോട്ട് നീക്കിയതും ആ നരഭോജി തെറിച്ച് റോട്ടിലേക്ക് വീഴുകയാണ്. അങ്ങനെ അവൾ ആ നരഭോജിയുടെ മുകളിലൂടെ കുറേ പ്രാവശ്യം വണ്ടി കയറ്റി. അങ്ങനെ അവൻ മരിച്ചെന്ന് ഉറപ്പുവരുത്തി അവൾ അവിടെ നിന്നും പോകുന്നു. പിന്നീട് ആ സ്ഥലത്തേക്ക് 2 പേര് വരികയാണ്. അങ്ങനെ അവർ ആ നരഭോജിയെ കാണുന്നു. എന്നാൽ ആ നരഭോജി മരിച്ചിട്ടുണ്ടായിരുന്നില്ല, അത് എഴുന്നേറ്റ് വരികയാണ്. അതിനുശേഷം അവൾ ആദ്യം കൊന്ന നരഭോജിയെയാണ് കാണുന്നത്. അവനും മരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ 2 പേരും വേട്ടയ്ക്ക് പോകുന്നു. ഇതോടെ ഈ സിനിമ ഇവിടെ അവസാനിക്കുന്നു.